പ്രിയമുള്ളവരെ, ഊരാൻ കുടുക്കിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഊരാൻ കുടുക്കിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞോ? അത് ചെയ്തു നോക്കിയോ? അത് പരിഹരിക്കാൻ പല സുഹൃത്തുക്കളും പല ഉപായങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. ഇതാ എങ്ങനെ പരിഹരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. പല സുഹൃത്തുക്കളും ഫലപ്രദമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ധാരാളം പേർ ഈ പ്രശ്നം ചെയ്തു നോക്കുകയും അതിന് പരിഹാരങ്ങൾ പല തരത്തിൽ നിർദ്ദേശിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും നല്ല 2 പരിഹാരങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. ഒന്ന്, ഈ വള്ളത്തിനടുത്ത് ഒരു ടംബ്ലറിൽ കുറച്ച് പേപ്പർ കത്തിച്ചിട്ട് ശേഷം ഇതിൻ്റെ വശത്ത് ഇതേപോലെ കമഴ്ത്തി വെച്ചാൽ ഈ വെള്ളം മുഴുവൻ ഈ ടംബ്ലറിൽ കയറുകയും അത് ഈ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ടംബ്ലറിൻ്റെ അടിയിലെത്തുകയും ചെയ്യും. വള്ളത്തിനകത്ത് വെള്ളം കയറുകയുമില്ല. അതൊരു നല്ല മാർഗമാണ്. അതുപോലെ തന്നെ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഞാൻ കഴിഞ്ഞ പ്രശ്നത്തിൽ ഒരു സൂചന തന്നു, അതുപ്രകാരം അതിന് ഈ രീതിയിൽ ചെയ്താൽ മതിയാകും. അതായത് ഈ ടംബ്ലറിൻ്റെ വാവട്ടം ഈ വള്ളത്തേക്കാൾ അല്പം വലുതായിരിക്കണം എന്ന് മാത്രമല്ല, ടംബ്ലറിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് ഇതിൻ്റെ മുകളിൽ വച്ചിട്ട് നേരെ വെള്ളത്തിനടിയിലേക്ക് ഈ ടംബ്ലറിനെ എത്തിച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ ഈ വള്ളവും വെള്ളത്തിനടിയിലേക്കെത്തും. കണ്ടോ? ടംബ്ലർ ഉയർത്തിയെടുക്കുമ്പോൾ വള്ളവും മുകളിലേക്ക് വരും. ഈ 2 പ്രശ്നപരിഹാരവും കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ അല്ലേ? ഇന്നത്തെ പ്രശ്നം, ഇവിടെ എൻ്റെ കയ്യിൽ 2 മുട്ട ഉണ്ട്. 2 വലുപ്പത്തിലേതാണ്ട് തുല്യം തന്നെയാണ്. പക്ഷേ ഈ 2 മുട്ടയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഒരു മുട്ട പുഴുങ്ങിയതാണ്, മറ്റൊന്ന് പച്ചമുട്ടയാണ്. ഇത് 2 കൂടെ ഒരുമിച്ചിരുന്ന് പോയാൽ നമുക്ക് കാഴ്ചയിലോ കയ്യിലെടുത്ത് നോക്കിയാലോ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഇന്നത്തെ പ്രശ്നം. നമ്മൾ പഠിച്ചിട്ടുള്ള ചില ശാസ്ത്രതത്വങ്ങൾ പ്രയോഗിച്ച് നോക്കിയാൽ അത് എളുപ്പം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഈ പ്രശ്നത്തിനും പല പരിഹാരങ്ങളുണ്ട്. ഒന്ന് ആലോചിക്കൂ, കമൻറ്റ് ചെയ്യൂ.